Customer database. Maintaining customer database is an important way to keep up to date customer information and data. Customer database customers' details up to date ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. The database provide access to client, build loyalty and encourage repeat purpose ബിസിനസ്. അതായത് നമുക്ക് ഡാറ്റാബേസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ക്ലയൻറ്റിൻ്റെ ആക്സസ് ചെയ്യാനായിട്ട്, ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കറിയാൻ പറ്റുന്നു. പിന്നെ ലോയൽറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. റിപ്പീറ്റ് പർച്ചേസൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ എൻകറേജ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ സ്കീമുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഡാറ്റാബേസിൽ നിന്ന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുന്നു. കസ്റ്റമർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ് ഓഫ് ദ കമ്പനി ഹാവ്. കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി കമ്പനി മേ സെൽ ദ സെയിം കസ്റ്റമേഴ്സ് ഓവർ ആൻഡ് ഓവർ. സെയിം കസ്റ്റമേഴ്സിനാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ദർ ആർ അതർ ടൈപ്പ് ഓഫ് ബിസിനസ് സെൽ ദ കസ്റ്റമർ വൺസ് ഓർ ഇൻഫ്രീക്വൻ്റ്ലി കോൺസ്റ്റൻ്റ്ലി ലുക്കിംഗ് ഫോർ എ ന്യൂ കസ്റ്റമർ. ചില ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ ഒരു തവണ മാത്രമാണ് കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഒരിക്കലാണ് മീറ്റ് ചെയ്യുന്നത്. പുതിയ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ സർജനൊക്കെ ആണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിലെ കേസിനാണെങ്കിൽ സർജനൊക്കെ ആണെങ്കിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ തവണ മാത്രമാണ് സർജറി ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ അയാളായിട്ട് യാതൊരു കോൺടാക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ ചില ടൈപ്പ് ഓഫ് ബിസിനസ് അങ്ങനെയായിരിക്കാം. ചിലത് നമ്മൾ ഡെൻറ്റിസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വർഷത്തിൽ 2-3 തവണയൊക്കെ അയാൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്തു എന്ന് വരാം. ഇൻട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് വിൽ ഡിഫറെൻറ്റ് ബിക്കോസ് ഓഫ് ദ നീഡ് ഓഫ് ദെയർ സർവീസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. കമ്പനി യൂസേഴ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമർ ഡാറ്റാബേസ് കളക്ട് ദ ഇൻഫർമേഷൻ ഗാതേർഡ് ഫ്രം ഈച്ച് പേഴ്സൺ. കസ്റ്റമർ ഡാറ്റാബേസ് നമുക്ക് കസ്റ്റമേഴ്സിന് നല്ല സർവീസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അഡ്വാൻറ്റേജ് കസ്റ്റമർ ഡാറ്റാബേസ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സെൻഡ് ടൈമിലി റിമൈൻഡേഴ്സ് കൊടുക്കാനായിട്ട്, ഡോക്ടേഴ്സിന് അപ്പോയിൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെൻഡ് കസ്റ്റമേഴ്സ് കിഡ്സ് ബർത്ത്ഡേ കാർഡ്സൊക്കെ കമ്പനിക്ക് സംബന്ധിച്ച് അയക്കാൻ പറ്റുന്നു. ഇൻവൈറ്റ് കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ കെയർഫുൾ സെഗ്മെൻറ്റേഷൻ. കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ കെയർഫുള്ളായിട്ട് സെഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് അവർക്ക് മാത്രം നമ്മൾ എന്തെങ്കിലും സ്കീമുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചാൽ മതി. ഇൻഫോർമേഷൻ അബൌട്ട് പ്രൈസ് ചേഞ്ചിനെ പറ്റി അറിയിക്കുന്നു. ഇൻഫോർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റ് ചേഞ്ചിനെ പറ്റി ഇൻഫോം ചെയ്യാൻ സഹായിക്കുന്നു. പ്രൊഡക്റ്റ് സാമ്പിൾ ടു കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് സാമ്പിൾ കിട്ടുന്നു. ന്യൂസ് ലെറ്റർ ആസ് എ പാർട്ട് ഓഫ് ഫ്രീക്വൻറ്റ് ബയ്യർ പ്രോഗ്രാം. ഇപ്പോൾ ഇതെന്താണ്, ഈസി പാർട്ട് ഓഫ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബൈയിങ് പ്രോഗ്രാമിനെ ന്യൂസ് ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ബിസിനസ് ടു ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ ഡാറ്റാബേസ് ഹെൽപ്പ് ചെയ്യുന്നത് കേസ് സ്റ്റഡീസ് ഓഫ് സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കേസ് സ്റ്റഡീസ് ഒരു സൊല്യൂഷൻ ഡെവലപ്ഡ് ദെയർ അതർ ക്ലയൻറ്റ് ആൻഡ് ദർ സെയിൽസ് ഫോഴ്സ്. ബ്രോഷർ നമുക്ക് കേസ് സ്റ്റഡീസൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് മറ്റു ക്ലയൻറ്റിനെ അറിയിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെൻഡ് പ്രസ് റിലീസ് ഓൺ ന്യൂ പ്രൊഡക്റ്റ് അനൗൺസ്മെൻറ്റ് ടു കസ്റ്റമർ ആൻഡ് പ്രോസ്പെക്റ്റീവ് സെഗ്മെൻറ്റ്. നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇനി ഇൻക്ലൂഡ് ഇൻഫർമേഷൻ റിക്വസ്റ്റിംഗ് പ്രൊഡക്റ്റ് ബ്രോഷേഴ്സ്. റീപ്രിൻറ്റ് യുവർ ആൻഡ് ക്യാമ്പയിൻ വിത്ത് നോട്ട്. എന്തെങ്കിലും കാരണം വെച്ചാൽ അത് റീപ്രിൻറ്റ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ അതൊന്നുകൂടി ചേഞ്ച് ചെയ്തിട്ട് റീപ്രിൻറ്റ് ചെയ്യാം. കണ്ടൻസ് കസ്റ്റമേഴ്സ് ഓൺലി ആയിരിക്കണം. ഇൻ്റഗ്രേറ്റ് വിത്ത് സെയിൽസ് ഇൻസെൻറ്റീവ് കണ്ടസ്റ്റ് ഓഫ് ദ റീസെയിൽ കണ്ടസ്റ്റ് ഓഫ് സെയിൽ. അതായത് നമുക്ക് കോണ്ടസ്റ്റൊക്കെ സംഘടിപ്പിക്കുന്നത് കസ്റ്റമേഴ്സിനെ ഇൻസെൻറ്റീവ് ചെയ്യാനായിരിക്കണം. സെൻഡ് ദം എ കോപ്പി ഓഫ് ആനുവൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. 1-to-1 മാർക്കറ്റിംഗ് ആൻഡ് ടെക്നോളജീസ് അതായിരിക്കും മെയിനായിട്ട് ചെയ്യുന്നുണ്ടാവുക.